വയനാട്ടിൽ മാറ്റമില്ല. വയനാട് UDF തന്നെ. വയനാട് പ്രിയങ്ക ഗാന്ധി കന്നി അംഗത്തിൽ തന്നെ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് മുന്നേറുന്നത് തന്നെയാണ് വയനാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. 1,61,207 വോട്ടുകളാണ് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നത്. ദേശീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ NDA 217 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയുടെ കുതിപ്പ്, പക്ഷേ വലിയൊരു മുന്നേറ്റം അവിടെ കാണാൻ കഴിയുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി 53 വോട്ടുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. മഹാവികാസ് അഘാടി അവിടെ വളരെ പിന്നിലായിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ജാർഖണ്ഡിൽ NDA 27ഉം ഇന്ത്യ മുന്നണി 51 സീറ്റുകളിലും മുന്നേറുന്നു. ദേശീയ തലത്തിലും ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പാലക്കാട് ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് 412 വോട്ടുകൾക്ക് C. കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നു. UR പ്രദീപ് ചേലക്കരയിൽ 863 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. പ്രിയങ്ക ഗാന്ധി 1,61,207 വോട്ടുകൾക്ക് വയനാട് മുന്നിട്ട് നിൽക്കുന്നു. മാറ്റമില്ലാതെ വയനാട് എന്ന രീതിയിൽ തന്നെ മുന്നേറ്റം തുടരുകയാണ്. എന്തായാലും വലിയ ആവേശം പ്രവർത്തകർക്കെല്ലാം തന്നെ ചേലക്കരയിൽ ആവേശം തുടരുന്നു. മധുരം വിതരണം ചെയ്യുന്നു. പാലക്കാട് പെട്ടിയുമായി വന്ന ആഹ്ലാദം പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു UDFന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ C. കൃഷ്ണകുമാറിന് നേരിയ മേൽക്കൈയോടെ ഉണ്ടാകുന്ന 412 വോട്ടുകൾക്ക് പാലക്കാട് C. കൃഷ്ണകുമാർ മുന്നിട്ട് നിൽക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മുന്നണിക്ക് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നു. കോൺഗ്രസ് ഏറെ പ്രതീക്ഷയർപ്പിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കഴിഞ്ഞാൽ 288 സീറ്റോടുകൂടി രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്ര. കോൺഗ്രസ് കർഷക ആത്മഹത്യ, കർഷക സമരം, അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണം, കുതിരക്കച്ചവടം, ഇതെല്ലാം ചർച്ചയായ മഹാരാഷ്ട്ര മറാഠ മണ്ണിൽ, അതായത് ഉദ്ധവ് താക്കറെയുടെ മകൻ ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പോരാട്ടം ഫലവത്തായില്ല. നാനാ പട്ടോളയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിച്ച കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ തേര് തെളിച്ചപ്പോൾ അവിടെ BJPയുടെ ചാണക്യ തന്ത്രങ്ങൾക്ക് മുമ്പിൽ അവിടെയും എടുത്തു പറയേണ്ട ഒരു കാര്യം, BJPയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് RSS ആണ്. നാഗ്പൂർ RSSന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ എല്ലാ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് BJP മുന്നേറുന്ന ഒരു കാഴ്ച. പക്ഷേ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി മുന്നേറുന്നുണ്ട്. 49 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി, ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും ചേർന്ന ഇന്ത്യ മുന്നണി 49 സീറ്റുമായി ജാർഖണ്ഡിൽ മുന്നേറുന്നു. മഹാരാഷ്ട്രയിൽ 216 സീറ്റുമായി BJP മുന്നണി മുന്നേറുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ 412 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 8,244 വോട്ടുകൾക്ക് ചേലക്കരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി UR പ്രദീപ് ലീഡ് ചെയ്യുമ്പോൾ വയനാട്ടിൽ 1,61,207 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി ലീഡ് ചെയ്യുന്നു. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ മോദി പ്രഭാവം അവസാനിച്ചു, മോദി തരംഗം അവസാനിച്ചു എന്ന് പറഞ്ഞ കോൺഗ്രസിന് കനത്ത തിരിച്ചടി മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാകുന്നു. ജാർഖണ്ഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആര് ജയിക്കും? ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും വീണ്ടും അധികാരത്തിലേക്ക് കയറുമോ, അതോ BJPക്ക് ജാർഖണ്ഡിൽ ആദ്യമായി അധികാരം പിടിക്കാൻ കഴിയുമോ എന്ന്